നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആംഗേൽ ഡി മരിയയ്ക്ക് ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഒട്ടും മോശമാക്കിയില്ല അർജന്റീന ടീം. 3 കിടിലൻ ഗോളുകൾ, ഓരോ ഗോളും ഒന്നിനൊന്ന് മെച്ചം. അങ്ങനെയുള്ള ഗോളുകൾ നേടിക്കൊണ്ട് ചിലിയെ അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി മാക്കലിസ്റ്ററും ഹൂലിയൻ ആൽവാരസും പൗലോ ഡിബാലയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മോണമെന്റൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ലൗട്ടറോ മാർട്ടിനസും ഹൂലിയൻ ആൽവാരസും നിക്കലാസ് ഗോൺസാലസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതി ആധിപത്യം പുലർത്തിയത് അർജന്റീനയാണ്, പക്ഷെ ഗോള് വന്നില്ല. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അതിന് പരിഹാരം കണ്ടു. മനോഹരമായൊരു നീക്കമായിരുന്നു അത്. ആ നീക്കത്തിനൊടുവിൽ പെനാൽറ്റി ബോക്സിൽ വെച്ച് ഹൂലിയൻ ആൽവാരസ് നൽകിയ പന്ത് മാക്കലിസ്റ്റർ വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് അർജന്റീനയ്ക്ക് 48-ാമത്തെ മിനിറ്റിൽ ലീഡ് ലഭിച്ചു. രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് 84-ാമത്തെ മിനിറ്റിലാണ്. ജിവാനി ലോ സെൽസോയിൽ നിന്ന് ലഭിച്ച പന്ത് ഹൂലിയൻ ആൽവാരസ് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് കിടിലൻ ഷോട്ട് ബാറിലടിച്ചുകൊണ്ട് പന്ത് വലയിലേക്ക്. അർജന്റീന 2-0 മുന്നിൽ. അവിടെ തീർന്നില്ല. ഡിബാല ഈ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ 79-ാമത്തെ മിനിറ്റിൽ മാക്കലിസ്റ്റർക്ക് പകരം വന്നതായിരുന്നു. അദ്ദേഹത്തോടൊപ്പമാണ് അലയാൻഡ്രോ ഗർനാച്ചോയും കളിക്കളത്തിലേക്ക് വന്നത്. ഗർനാച്ചോയുടെ അസിസ്റ്റിൽ നിന്ന് പെനാൽറ്റി ബോക്സിന്റെ ഇടതുപാർശ്വത്തിൽ നിന്നും മനോഹരമായൊരു ഫിനിഷിലൂടെ ഡിബാല പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം കളിയുടെ അവസാനത്തിലെ ഡിബാലയുടെ ഗോളോടെ അർജന്റീന ഉറപ്പാക്കുകയായിരുന്നു. ഇപ്പൊ 7 കളികൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിച്ചിട്ട് 6 വിജയം, 18 പോയിന്റോടെ കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഒന്നാമതാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ ഒറ്റ വിജയം മാത്രം അകലെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.